ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ശ്രീ ജഗത് പ്രകാശ് നദ്ദ വെള്ളിയാഴ്ച ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ അഭിനന്ദൻ സമാരോഹിനെ അഭിസംബോധന ചെയ്യവെ ഹിമാചലിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചതിന് കോൺഗ്രസ് സർക്കാരിനെ ശക്തമായി ടാർഗറ്റ് ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകിയതിന് മുഖ്യമന്ത്രി സുഖുവിനെ രൂക്ഷമായി വിമർശിച്ചു. പരിപാടിയിൽ അതുപോലെ ഒഡീഷയിൽ ജനങ്ങളുടെ അനുഗ്രഹത്തോടെ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ബിജെപി സർക്കാരും ദക്ഷിണേന്ത്യയിൽ ആന്ധ്രാപ്രദേശിൽ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ എൻഡിഎ സർക്കാരും രൂപീകരിച്ചു. ഇന്ന് ഇന്ത്യയിൽ 18 എൻഡിഎ സർക്കാരുകളാണുള്ളത്. 13 സംസ്ഥാനങ്ങളിൽ ബിജെപി ഒറ്റയ്ക്ക് പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ഭരണം നടത്തുകയാണ്. പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമവും കഠിനാധ്വാനവും കാരണം ഇന്ന് രാജ്യത്തിന്റെ 58 ഭൂമിയിലും ബിജെപിയുടെ താമര വിരിഞ്ഞു. 57 ജനങ്ങളുടെ അനുഗ്രഹവും വോട്ടും ബിജെപിക്ക് നൽകി ബിജെപി അധികാരത്തിൽ വരുകയും ബിജെപിക്ക് സേവനം ചെയ്യാൻ അവസരം ലഭിക്കുകയും ചെയ്തതോടെയാണ് ജനങ്ങളുടെ ഭാവി സുരക്ഷിതമായത്. ഹിമാചൽ പ്രദേശിൽ വികസനത്തിന്റെ ഏതെങ്കിലും നാഴികക്കല്ല് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും ബിജെപിയുടെ പേരും താമരചിഹ്നവും ആലേഖനം ചെയ്തിട്ടുണ്ടെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ശ്രീ നദ്ദ പറഞ്ഞു. ഹമീർപൂർ, ചമ്പ, സിർമോർ എന്നിവിടങ്ങളിൽ മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചിട്ടുണ്ട്. സുന്ദർനഗർ, ഘുമർവി, നൂർപൂർ എന്നിവിടങ്ങളിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ സുഗമമായി പ്രവർത്തിക്കുന്നു. ഷിംലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും മാണ്ടിയിൽ കാൻസർ ചികിത്സാ കേന്ദ്രവും പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ പിജിഐയുടെ ഉപഗ്രഹ കേന്ദ്രം ഉനയിൽ തുറന്നു. എയിംസ് ബിലാസ്പൂരിൽ കൊണ്ടുവന്നു. സംസ്ഥാനത്ത് ഹൈഡ്രോ എഞ്ചിനീയറിംഗ് കോളേജ് തുറന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞ പാലം പണിയു ബിജെപി പൂർത്തിയാക്കി. വരും വർഷങ്ങളിൽ സംസ്ഥാനത്ത് ഒരു പുതിയ ഐഐടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് പാർട്ടി വരുന്നിടത്തെല്ലാം ജാതീയതയും വിഘടനവാദവും വർദ്ധിക്കുകയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും പ്രീണനത്തിനുമായി ദേശവിരുദ്ധരെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നു ശ്രീ നദ്ദ പറഞ്ഞു. കോൺഗ്രസുണ്ടെങ്കിൽ അഴിമതിയും കോൺഗ്രസുണ്ടെങ്കിൽ കമ്മീഷനുമുണ്ട്. കോൺഗ്രസുണ്ടെങ്കിൽ ക്രിമിനൽവൽക്കരണവും കോൺഗ്രസിന്റെ ഭരണത്തിൽ ചട്ടങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ ബിലാസ്പൂരിന്റെ ചിത്രം മാറി. ഷിംല മുതൽ മട്ടൂർ വരെ 4 വരിപ്പാത നിർമ്മിക്കുന്ന കാലം വിദൂരമല്ല. ഭാരതീയ ജനതാ പാർട്ടി വികസനത്തിന്റെ പാർട്ടിയാണ്.